നമസ്കാരം. ഇന്ത്യൻ ടെലികോം രംഗത്ത് മറ്റൊരു മുന്നേറ്റം കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് BSNL. തങ്ങളുടെ മൊബൈൽ വരിക്കാർക്കായി BSNL ഇപ്പോൾ BTV എന്നൊരു സേവനം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി പുതുച്ചേരി ടെലികോം സർക്കിളിലാണ് BSNL BTV സേവനം ആരംഭിച്ചിരിക്കുന്നത്. അധികം വൈകാതെ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും BTV ലഭ്യമാകുമെന്ന് BSNL ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു പൈസ പോലും ചെലവില്ലാതെ സൗജന്യമായാണ് BTV എന്റർടൈൻമെന്റ് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 300-ലധികം ലൈവ് TV ചാനലുകൾ BTV സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. BSNL സൗജന്യമായി ആരംഭിച്ചിരിക്കുന്ന BTV സേവനം കേബിൾ ടിവികൾക്കും DTH സേവനങ്ങൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അധിക ചിലവില്ലാതെ എന്റർടൈൻമെന്റ് ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ ഈ BTV അവസരമൊരുക്കുന്നുണ്ട്. പുതുച്ചേരിയിൽ BTV സേവനം ആരംഭിച്ച കാര്യം ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് BSNL വെളിപ്പെടുത്തിയത്. TV കാണുന്ന ആളുകളുടെ രീതിയെ തങ്ങളുടെ പുതിയ സേവനം പൊളിച്ചെഴുതുമെന്ന് BSNL പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ TVക്ക് പകരം സ്മാർട്ട് ഫോണിലൂടെ ചാനലുകൾ കാണാൻ തങ്ങളുടെ BTV സേവനം ഉപയോഗപ്പെടുത്തുമെന്നാണ് BSNL വിശ്വസിക്കുന്നത്. ലൈവ് TV ചാനലുകൾക്കൊപ്പം സിനിമകളും വെബ് സീരീസുകളും ഈ സേവനത്തിലൂടെ BSNL ഉപയോക്താക്കൾക്ക് ഫോണിൽ ആസ്വദിക്കാനാകും. BSNL സിം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് BTV സേവനം ലഭ്യമാവുക എന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. പരമ്പരാഗത TV കാണൽ സമ്പ്രദായങ്ങളിൽ ഒരു മാറ്റം BTV കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024 അവതരിപ്പിച്ച BSNLന്റെ 7 പുതിയ സേവനങ്ങളിൽ ഒന്നാണ് BTV. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് എന്നിവ ഉൾപ്പെടെ 2024 ജനുവരിയിൽ രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ BTV സേവനങ്ങൾ ആരംഭിക്കാൻ BSNLന് പദ്ധതിയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. IMC 2024 BSNL IFTV അഥവാ ഇന്റർനെറ്റ് ഫൈബർ TV സേവനവും പ്രഖ്യാപിച്ചിരുന്നു. ഇതും ഇപ്പോൾ ഇന്ത്യയിലെ ടെലികോം സർക്കിളുകളിൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. BTVയും IFTVയും രണ്ടും രണ്ടാണ്. BSNL BTV സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതേസമയം IFTV സേവനം BSNLന്റെ ഫൈബർ ഉപയോക്താക്കൾക്കായി ഉള്ളതാണ്. BSNL IFTV സേവനങ്ങൾ മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് BSNL ആദ്യം അവതരിപ്പിച്ചത്. ഇത് പിന്നീട് പഞ്ചാബ്, ഹരിയാന, പുതുച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അധികം വൈകാതെ ഈ സേവനവും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് BSNL എത്തിക്കും. ഈ രണ്ട് സേവനങ്ങളും BSNL നിലവിൽ സൗജന്യമായിട്ടാണ് ലഭ്യമാക്കിയിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. BSNL ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്ക് 500-ലധികം ലൈവ് TV ചാനലുകൾ സൗജന്യമായി കാണാൻ IFTV സേവനം അനുവദിക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ തന്നെ ഇന്ത്യയിലെ D2H സേവനം വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് BSNL TV സേവനങ്ങൾ കൂടി അവതരിപ്പിക്കാൻ തുടങ്ങിയതോടെ D2H കേബിൾ TV മേഖലകളുടെ പ്രവർത്തനങ്ങളെ അത് കാര്യമായി ബാധിച്ചേക്കാം. BSNLന്റെ IFTV സേവനം കമ്പനിയുടെ ഫൈബർ ടു ദി ഹോം നെറ്റ്വർക്കുമായി സംയോജിപ്പിച്ച് തത്സമയ TV ചാനലുകളും വീഡിയോ ഓൺ ഡിമാൻഡ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികൾ ഉപയോഗിക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ BSNL ലൈവ് TV ആപ്പ് വഴി IFTV സേവനം ആക്സസ് ചെയ്യാൻ സാധിക്കും.